ഞാൻ എന്റെ അടുക്കള കാണാൻ വന്നതാ. ആണോ? നിങ്ങളെ കൊറേ ആയല്ലേ കണ്ടിട്ട് ചേച്ചിയെ. നിങ്ങൾ എവിടെയാ? ഞാൻ എന്നും വരണം എന്നൊക്കെ വിചാരിക്കും. കയ്യിലേക്ക് എന്തൊക്കെയാ എന്റെ അടുക്കള കാണിച്ചു. ഞാൻ ഇപ്പൊ പുതിയൊരു അടുക്കള ഉണ്ടാക്കിച്ചതാ. ഇതൊക്കെ എന്താ അലമാരിയോ? അത് ഈ സ്റ്റോർ പോലെ സാധനമൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഒരു ഇതാക്കിട്ട്. നല്ലൊരു കളർക്ക് കളർ ഇഷ്ടപ്പെട്ടപ്പോഴേ അങ്ങനെ ചെയ്യിച്ച. ഓ എന്തൊക്കെയാ അത് ചെയ്ത് റിപ്പയർ ചെയ്ത് തുറക്കാൻ പറ്റൂലേ? അങ്ങനെയൊക്കെ ചെയ്യാം. ഇതാണ് ഇത് എയർ ഫെയറാ. ഇതിന്റെ മോന് കൊടുത്തയച്ചത്. എവിടുന്ന്? പിന്നെ അവിടുന്ന് ഓൺലൈനില് ഓൺലൈനില്. അത് മറ്റേ ഓവണ്. ഇപ്പൊ അതിന് എല്ലാരും ഓൺലൈനിലാണ് ഒക്കെ വരുത്തിക്കുന്നത്. ഇതിങ്ങനെ തന്നെയല്ലേ? അടപ്പ് വേണ്ട ഷോ ആയിട്ട് വെക്കാൻ. പിന്നെ ഇതാക്കുന്ന ഒരു ഇതിങ്ങനെ തുറന്നാല് നമ്മള് ഒരുവിധ സാധനങ്ങളൊക്കെ. ശരി, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇതെന്താ കപ്പോ? അത് കപ്പ്. ശരി, നല്ല ഭംഗിയുണ്ട്. മോഡലാണല്ലോ അതൊക്കെ. അത് തുറന്നു നോക്കി പൈപ്പ് തുറന്നിട്ടേ നമുക്ക് ഇങ്ങനെ ഈ ബേസിനൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴുകാം. കഴുകാല്ലേ? അത് ശരി, നല്ല സുഖാണ്. അതെ അതെ, ഞാനിതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എന്നാല് ഇപ്പൊ പാത്രമൊക്കെ കഴുകിയിട്ടുമ്പോ ഇതിന്റെ മുകളിൽ വെച്ചാല് ഫിറ്റ് ചെയ്ത് തന്നതാ. അപ്പൊ ഇതിന്റെ മുകളിൽ വെച്ചാല് പാത്രം ഈ വെള്ളമൊക്കെ ഇതിലേക്ക് ഈ ഡ്രയിലേക്ക് ഒഴിഞ്ഞു പോകും. അപ്പൊ നമുക്ക് അതെടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. അപ്പൊ അവിടെ തുരുമ്പ് പിടിക്കില്ല. അത് ശരി. പിന്നെ ഇവിടെയും വെച്ചിട്ടുണ്ട്. അവിടെയും വെച്ചിക്കണ്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഒന്നും പുറമെ ആരും കാണില്ല. അതെന്താ ഉപ്പോ? ഉപ്പിടണ ചെറിയൊരു ഭരണി. അടുപ്പൊക്കെ ശരിയാക്കിയല്ലോ. ഇറക്കി വെക്കുന്ന അടുപ്പ്. അതിന് പുക പോകുന്നതിന് ഫാനും വെച്ച് വെച്ചിട്ട് നല്ല മുകളിൽ കൊറേ പാത്രങ്ങളൊക്കെ വെക്കാൻ നല്ല ഷോക്കേസ് പോലെ വെച്ചിട്ട് പിന്നെ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട്. കൊറേ സാധനങ്ങളൊക്കെ. പിന്നെ ടവലും കാര്യങ്ങളൊക്കെ അടുപ്പിലേക്ക് തീ എടുക്കുമ്പോ പാത്രമൊക്കെ എടുക്കാനുള്ള ടവലൊക്കെ അങ്ങനെ അട്ടിക്ക് അവിടെ മടക്കി വെച്ചാല് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാം. കത്തിയൊക്കെ അത് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വാങ്ങിയ. ഇഷ്ടായോ നിങ്ങൾക്ക്? നല്ല മൂർച്ചയാ. നിങ്ങൾക്ക് ഇഷ്ടായി ആ കത്തി? കളർ ഇഷ്ടായോ? എനിക്ക് നല്ല ഇഷ്ടായിട്ടോ. എന്നാല് നല്ല ഭംഗിയുണ്ട് കാണാൻ. കത്തികളൊക്കെ അടുപ്പിൽ അല്ല, ഈ അടുപ്പ് ഇങ്ങനത്തെ ഈ കിച്ചണിലേക്ക് ഇങ്ങനത്തെ കത്തികളൊക്കെ വേണം കേട്ടോ, അല്ലാതെ പറ്റൂല. ഇതിങ്ങനെ പുല്ല് ഈ വെച്ചതാ. ഞാനേ പുല്ല് വാങ്ങിയിട്ട് ഇതിന്റെ മുകളിൽ കൂടി ഒരു ഭംഗിക്ക് വേണ്ടിട്ട് വെച്ചുകൊടുത്താ. അത് ശരി, നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ. ഇതെന്താ, ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? അതിന് വെള്ളം ഒഴിച്ച് ചെടിയൊക്കെ വെച്ച് ഫ്ലവർ വൈസ്. നല്ല രസമുണ്ട് കേട്ടോ. ആണല്ലേ? ഇഷ്ടായോ? രസമുണ്ടോ? പിന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിന് കൊറേ ഒന്നതാ വണ്ടി വെച്ചിനാ. എവിടെ? ഇതോ 2 വെച്ചിട്ടുണ്ടല്ലേ? അല്ല, നീ ഇത് അടുക്കളയൊക്കെ പാടെ ഇത്രയും റിപ്പയർ ചെയ്യാൻ എത്ര ഉറുപ്പ്യായിട്ടുണ്ടാവും ഞങ്ങൾക്കില്ലേ? നല്ല പൈസ ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് മാത്രം ചെയ്തേ. ഇതെന്താണ്? ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. തുറക്കൽ ഇങ്ങനെയോ? അത് പ്ലേറ്റ് ഒക്കെ അടിയിലേക്ക് ഇങ്ങനെ വെക്കാനൊക്കെ. അങ്ങനെ ഇത് ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത് ചെയ്യുന്നത്. നല്ല ഡോറാണ്. അത് തുറക്കാം. പിന്നെ ഇതാക്കുന്ന തുറന്നു. പിന്നെ ഇതാ ഗ്യാസൊക്കെ വെക്കാൻ. ഗ്യാസൊക്കെ ഇതിന്റെ അടിയിൽ വെച്ച് നമ്മൾ കാണില്ല. അതിന്റെ അത് ബിരിയാണി ചെമ്പുകളുണ്ടല്ലോ. ബിരിയാണി പോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ബിരിയാണി എപ്പോഴെങ്കിലും വിളിച്ചെനിക്ക് തന്നിക്കുന്ന. നിങ്ങൾ ബിരിയാണി കഴിക്കായിട്ടല്ലേ? ഞാൻ തരൂലേ? അതുകൊണ്ടല്ലേ ഞാൻ കഴിക്കാത്തതിനെ കൊണ്ടാണ്. പിന്നെ ഇതിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതില് കുറച്ച് പാത്രങ്ങളൊക്കെ വെക്കും. ഒക്കെ നമുക്ക് അടക്കി ഒതുക്കി ഒന്നും കാണൂല. സാധനങ്ങൾ ഉണ്ടാവും ഇതിന്റെ ഉള്ളിലൊക്കെ. നല്ല സാധനം ഉണ്ട്. നല്ലൊരു കിച്ചൺ ആട്ടോ ഇത്. കുറച്ച് പൈസ നല്ല പൈസ അറിഞ്ഞീന്. അതിന്റെ ഇടയ്ക്ക് ഡെക്കറേഷൻ ചെയ്ത് ഇങ്ങനത്തെ ഒക്കെ ചെടികളും വെച്ചിട്ടുണ്ട്. കല്ലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ. ഇതാണ് ഭംഗി. വീടായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം സുബൈദ. നല്ല ഭംഗിയിൽ വേണം. നിന്നെ പോലെ തന്നെ ഉണ്ട് ഇപ്പൊ നിന്റെ അടുക്കളയും. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കാണണേ. ഈ അടുക്കളയൊക്കെ കണ്ട് ഇതേമാതിരി അടുക്കള കിച്ചണൊക്കെ ഉണ്ടാക്കി എല്ലാവരും നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ഉണ്ടാക്കണം. നമുക്ക് നമ്മളെ വീട് സുരക്ഷിതമായിട്ട് കൊണ്ടുനടക്കണം, ശുചിത്വമായിട്ട് കൊണ്ടു നടക്കണം, എല്ലാം ചെയ്യണം. സുബൈദനെ പോലെ തന്നെ ഉണ്ട് ഈ അടുക്കള. നല്ല വൃത്തിയുള്ളൊരു അടുക്കള.
ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.